ഒരു ധ്യാനത്തിൽ കുമ്പസാരത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകളൊക്കെ എടുത്തു. അതിനുശേഷം ഒരു വ്യക്തി എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, അച്ചോ, ഈ ക്ലാസ് ഞാൻ മുഴുവൻ കേട്ടു. ബൈബിളിലൂടെയും കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിലൂടെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു, എനിക്കിത് മനസ്സിലായി. എനിക്ക് നല്ലൊരു കുമ്പസാരം നടത്തുവാനായിട്ട് ആഗ്രഹമുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 21 വർഷം കഴിഞ്ഞു. അച്ചോ, വിവാഹത്തിൻ്റെ സമയത്ത് വിവാഹം ആശീർവദിക്കണമെങ്കിൽ കുമ്പസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ കുമ്പസാരിച്ചു. അതിനുശേഷം ഇതുവരെ കുമ്പസാരിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ആരും നിർബന്ധിക്കാതെ കുമ്പസാരിക്കാൻ എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം നല്ലൊരു കുമ്പസാരമൊക്കെ നടത്തി. ഏകദേശം 3 ആഴ്ചകൾ ശേഷം വീണ്ടും അദ്ദേഹം എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, അച്ചോ, ഏകദേശം 40-45 മിനിറ്റ് സമയമെടുത്ത് ഞാൻ കുമ്പസാരിച്ചു. ഞാൻ വീട്ടിലേക്ക് പോയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ വീട്ടിൽ ചെന്ന് കയറിയപ്പം എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കൾ, അവർക്ക് വലിയ സ്നേഹത്തോടെ എന്നോട് പെരുമാറുന്നത് കണ്ടു. പലപ്പോഴും ഞാൻ വീട്ടിൽ ചെല്ലുമ്പം എന്നെ അവരൊന്നും ഗവനിക്കാറില്ലായിരുന്നു. എൻ്റെ ജോലി സ്ഥലത്തൊക്കെ വലിയ മാറ്റങ്ങളുണ്ടായി. ഞാൻ എനിക്ക് ലഭിച്ച കൃപകളെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പം പതുക്കെ ജീവിത പങ്കാളിയും മക്കളുമൊക്കെ ആ കുമ്പസാരിക്കണമെന്ന ആഗ്രഹത്തിലേക്ക് തിരിച്ചു വന്നു. സ്നേഹമുള്ളവരെ, ഈ ദിവസം വലിയ നോമ്പിൻ്റെ ദിവസങ്ങളിൽ നമുക്കൊന്ന് ഒരുങ്ങാം. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും കുമ്പസാരിക്കുന്ന വ്യക്തികളാണ്. ചിലരൊക്കെ പറയാറുണ്ട്, അച്ചോ, എൻ്റെ ജീവിത പങ്കാളി കുമ്പസാരിച്ചിട്ട്, മക്കൾ കുമ്പസാരിച്ചിട്ട് വർഷങ്ങളായി, ഒന്ന് പ്രാർത്ഥിക്കണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കേൾക്കാത്തത് എന്തെങ്കിലുമുണ്ടോ? നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അതായത് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഹിമഗണങ്ങൾ ഭൂമിയോട് അലിഞ്ഞു ചേരുന്നത് പോലെ ഏത് വ്യക്തിയുടെയും ഹൃദയകാഠിന്യം ദൈവം എടുത്തു മാറ്റും. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ കുമ്പസാരിച്ചൊരുങ്ങണമേ എന്ന് ഏറ്റവും സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ വ്യക്തി 21 വർഷങ്ങൾക്ക് ശേഷം കുമ്പസാരിച്ചപ്പം വലിയൊരു മാറ്റമാണ് സംഭവിച്ചത്. കുടുംബജീവിതത്തിലും അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലുമൊക്കെ വലിയൊരു മാറ്റം സംഭവിച്ചതായിട്ട് കാണുവാൻ സാധിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്കും ആ കൂദാശയുടെ ആ കൃപ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങണ്ടേ. പ്രഭാഷകൻ്റെ പുസ്തകത്തിലെ 5-ാം അധ്യായത്തിലെ 7-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: കർത്താവിങ്കിലേക്ക് തിരിയാൻ വൈകരുത്, നാളെ നാളെ എന്ന് നീട്ടിവെക്കരുത്. സ്നേഹമുള്ളവരെ, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും, കുമ്പസാരിക്കാൻ ആഗ്രഹമുള്ള എല്ലാ വ്യക്തികളെയും, എന്നാൽ വർഷങ്ങളായി കുമ്പസാരിക്കാത്ത ഓരോ വ്യക്തിയെയും കുടുംബത്തെയും നാഥാ സമർപ്പിക്കുന്നു. വലിയ അനുഗ്രഹം, വലിയൊരു പ്രചോദനം നൽകി അവരെ അങ്ങ് അനുഗ്രഹിക്കണമേ. ആമേൻ.